നൂറ്റാണ്ടുകളായി ഒരു വിഭാഗം ജനതയുടെ ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമായി അവർക്ക് ജീവജലമേകിയ, അതേസമയം പതിറ്റാണ്ടുകളായി മറ്റൊരു വിഭാഗം ജനങ്ങളുടെ പേടി സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന മഹാനിർമ്മിതി. 20-ാം നൂറ്റാണ്ടിൽ മനുഷ്യൻ അതുവരെ കൈവരിച്ച അനിതര സാധാരണമായ അല്ലെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിലൊന്നായി കണക്കാക്കപ്പെട്ടിരുന്ന പെരിയാർ പ്രൊജക്റ്റിൻ്റെ ഭാഗമായ അന്ന് പെരിയാർ ഡാം എന്നറിയപ്പെട്ടിരുന്ന ഇപ്പോഴത്തെ മുല്ലപ്പെരിയാർ ഡാം ന്യായമായ കാരണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട് അന്യായമായ കരാറിൻ്റെ ബലത്തിൽ ഇന്നും നിലനിൽക്കുന്ന ആ ഡാമിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. മുല്ലപ്പെരിയാർ അണക്കെട്ടിന് മുമ്പുള്ള കാലം. അന്ന് തമിഴ്നാടിൻ്റെ തെക്ക് ഭാഗത്തുള്ള ജില്ലകളായ തേനി, മധുര, ദിണ്ടിഗൽ, ശിവഗംഗ, രാമനാഥപുരം എന്നിവിടങ്ങളിലെ ജനജീവിതം വളരെ ദുഷ്കരമായിരുന്നു. കൃഷിക്കും ജലസേചനത്തിനും മൺസൂൺ മഴ മാത്രമായിരുന്നു അവരുടെ ആശ്രയം. എന്നാൽ മഴയാവട്ടെ പ്രവചനാതീതവും അപര്യാപ്തവുമായിരുന്നു. അതിനാൽ പല കർഷകർക്കും വർഷത്തിൽ ഒരു വിള മാത്രമേ വളർത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ. ഇതിനു പുറമെ കഠിനമായ വരണ്ട കാലാവസ്ഥ കാരണം ഈ പ്രദേശങ്ങളിൽ അടിക്കടി കടുത്ത ജലക്ഷാമവും വരൾച്ചയും ഉണ്ടാവുകയും കൃഷിനാശമുണ്ടായി ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്കും പട്ടിണിയിലേക്കും വഴുതിയൊഴുകുകയും ചെയ്തു. പല ആളുകളും ജന്മനാട് വിട്ട് പലായനം ചെയ്തു. എന്നാൽ നാട്ടിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചവർക്ക് കടുത്ത സാമ്പത്തിക സാമൂഹിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും കുടിവെള്ളത്തിനു വേണ്ടി കിലോമീറ്ററുകളോളം നടക്കേണ്ട അവസ്ഥ. ഗ്രാമീണ ജീവിതത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ഭാഗമായ ആ കാലഘട്ടത്തിലെ ജനതയുടെ വലിയ ഒരു അസറ്റായിരുന്ന ലൈഫ് സ്റ്റോക്കുകളുടെ അല്ലെങ്കിൽ കന്നുകാലികളുടെ നാശം തുടങ്ങി ജീവിതം നരകതുല്യമാവാൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ച് ചേർന്ന അവസ്ഥ. ഇതിലേക്കാണ് എൽനിനോ പ്രതിഭാസത്തിൻ്റെ ഭാഗമായി 1876 ഡെക്കാൻ പീഠഭൂമിയെ ആകെ ബാധിച്ച വരൾച്ച 1877 ഗ്രേറ്റ് ഫാമിൻ അല്ലെങ്കിൽ മഹാക്ഷാമമായി മദ്രാസ് പ്രസിഡൻസിയെ ആകെ പിടിച്ചുലക്കുന്നത്. ഇന്ത്യയിലാകമാനമായി ഏതാണ്ട് 6 കോടി ജനങ്ങളെ നേരിട്ട് ബാധിച്ച 82 ലക്ഷത്തോളം മനുഷ്യരുടെ ജീവനെടുത്ത ഈ ക്ഷാമത്തിൽ മദ്രാസിൽ മാത്രമായി ഏകദേശം 10 ലക്ഷത്തോളം ആളുകളാണ് മരണപ്പെട്ടത്. ഈ ക്ഷാമത്തെ നേരിടുന്നതിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് പരാജയപ്പെട്ടെന്ന് മാത്രമല്ല, എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന രീതിയിൽ ബ്രിട്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഗോതമ്പിൻ്റെ അളവ് മുൻകാലത്തേക്കാൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ഉപഭൂഖണ്ഡത്തിലെ ജനങ്ങളെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ പട്ടിണിക്കിട്ട് കൊലക്ക് കൊടുത്തതിൽ കടുത്ത വിമർശനമാണ് കൊളോണിയൽ ഭരണകൂടം നേരിട്ടത്. ഇതവരെ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെയും കാര്യത്തിൽ ഒരു ഉടച്ചുവാർക്കൽ നടത്താൻ പ്രേരിപ്പിച്ചു. മെച്ചപ്പെട്ട വാട്ടർ മാനേജ്മെൻ്റ് ഇല്ലാതെ ക്ഷാമമോ വരൾച്ചയോ നേരിടാനാവില്ലെന്ന ആ തിരിച്ചറിവാണ് അതിനും ഒരു നൂറ്റാണ്ട് മുമ്പ് മുതലേ ആശയതലത്തിലുണ്ടായിരുന്ന പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാറിലെ വെള്ളത്തെ കിഴക്കോട്ടൊഴുകുന്ന വൈഗൈ നദിയിലേക്ക് തിരിച്ചുവിടാനുള്ള പദ്ധതിയിലേക്ക് ബ്രിട്ടീഷ് അധികാരികളെ എത്തിക്കുന്നത്. ഇത്തരമൊരു ആശയം ആദ്യം മുന്നോട്ട് വെക്കുന്നത് 1789 രാമനാട് രാജ്യത്തെ പ്രധാനിയായിരുന്ന മുതിരൂളപ്പ പിള്ളയായിരുന്നു. എന്നാൽ വൻ പണച്ചിലവ് വേണ്ടിവരുമെന്നതിനാലും പ്രതികൂല രാഷ്ട്രീയ സാഹചര്യങ്ങളാലും അന്ന് ഉപേക്ഷിക്കപ്പെട്ട പദ്ധതി പിന്നീട് ബ്രിട്ടീഷ് അധികാരികളുടെ തന്നെ ചർച്ചകളിൽ ഇടം പിടിച്ചു വന്നു. ഇതിന് കാരണം പശ്ചിമഘട്ടത്തിൻ്റെ 2 വശങ്ങളിലും ഉണ്ടായിരുന്ന വ്യത്യസ്ത കാലാവസ്ഥയായിരുന്നു. പടിഞ്ഞാറ് ഭാഗത്ത് അതിവൃഷ്ടി മൂലം പലപ്പോഴും പ്രളയം സൃഷ്ടിക്കുന്ന പെരിയാർ നദി, അതേസമയം കിഴക്ക് ഭാഗത്ത് മഴനിഴൽ പ്രദേശമായതിനാൽ കടുത്ത ജലക്ഷാമവും വരൾച്ചയും. ഈ പ്രശ്നത്തിന് പരിഹാരമായി ശിവഗിരി മലനിരകളിൽ നിന്നുത്ഭവിച്ച് പോഷകനദിയായ മുല്ലയാറിലെ ജലവുമായി ചേർന്ന് പടിഞ്ഞാറോട്ടൊഴുകുന്ന പെരിയാറിലെ ജലത്തെ അടിസ്ഥാനമാക്കി 1808-ലും 1850-ലും 1867-ലും വ്യത്യസ്ത പദ്ധതികൾ കൊണ്ടുവരാൻ ശ്രമിച്ചു. എന്നാൽ ഒന്നും നടപ്പിലായില്ല. ഒടുവിൽ 1877-ലെ മഹാക്ഷാമകാലത്തിനു ശേഷം 1882-ൽ പുതുക്കിയ പദ്ധതി രേഖ തയ്യാറാക്കാൻ ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയറായിരുന്ന മേജർ ജോൺ പെന്നിക്വിക്കിനെ ചുമതലപ്പെടുത്തുന്നു. ഇതനുസരിച്ച് 155 അടി ഉയരമുള്ള അണക്കെട്ടിന് പെന്നിക്വിക്ക് പദ്ധതി തയ്യാറാക്കി. താഴെ 115.75 അടിയും മുകളിൽ 12 അടിയും വീതിയുമുള്ള ചുണ്ണാമ്പ്, സുർക്കി, കരിങ്കല്ല് എന്നിവ ഉപയോഗിച്ചുള്ള അണക്കെട്ടിന് 53 ലക്ഷം രൂപയായിരുന്നു അക്കാലത്ത് ചെലവ് പ്രതീക്ഷിച്ചിരുന്നത്. ഈ തുകയുടെ 7% വീതം എല്ലാ വർഷവും പദ്ധതിയിൽ നിന്ന് തിരിച്ചു കിട്ടുമെന്നായിരുന്നു കണ്ടെത്തൽ. 1884-ൽ പദ്ധതിക്ക് ബ്രിട്ടീഷ് അധികാരികളുടെ അംഗീകാരം ലഭിക്കുന്നു. അന്നത്തെ പെരിയാർ പദ്ധതി പ്രദേശം പഴയ തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിലായതിനാൽ പദ്ധതിക്ക് തിരുവിതാംകൂർ രാജാവിൻ്റെ സമ്മതം ആവശ്യമായിരുന്നു. വിശാഖം തിരുനാൾ രാമവർമ്മയായിരുന്നു അന്നത്തെ ഭരണാധികാരി. പദ്ധതിക്ക് വേണ്ടി 8100 ഏക്കർ വനഭൂമി വിട്ടുകൊടുക്കേണ്ടി വരുമ്പോൾ കിട്ടേണ്ട പണത്തിന്മേലുള്ള അഭിപ്രായ വ്യത്യാസം കാരണം തുടക്കത്തിൽ കരാറിൽ ഏർപ്പെടാൻ അദ്ദേഹം സന്നദ്ധനായിരുന്നില്ല. എന്നാൽ ബ്രിട്ടീഷ് അധികാരികൾ നയപരമായ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിന് 1886 ഒക്ടോബർ 29-ന് ഉടമ്പടിയിൽ ഒപ്പുവെപ്പിച്ചു.
എൻ്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവയ്ക്കുന്നു എന്നാണ് വിശാഖം തിരുനാൾ രാമവർമ്മ വികാരധീനനായി ഈ സന്ദർഭത്തിൽ പറഞ്ഞത്. തിരുവിതാംകൂറിനു വേണ്ടി ദിവാൻ വി രാമ അയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റിനു വേണ്ടി ജെ.സി. ഹാനിങ്ടണുമാണ് കരാറിൽ ഒപ്പിട്ടത്. അതിനു മുമ്പോ ശേഷമോ ലോകത്തെവിടെയും കേൾക്കാത്ത തരത്തിലുള്ള 999 വർഷത്തെ കാലാവധിയായിരുന്നു പെരിയാർ പാട്ടക്കരാറിലുണ്ടായിരുന്നത്. സാധാരണ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷ് ഗവൺമെൻറ്റും തമ്മിലുള്ള കരാറുകളെല്ലാം 99 വർഷത്തേക്ക് കണക്കാക്കിയിട്ടുള്ളതായിരുന്നു. എന്തിനധികം ചൈനയുടെ ഭാഗമായ ഹോങ്കോങ്ങിനെ 1898 ബ്രിട്ടീഷ് സാമ്രാജ്യം ലീസിനെടുക്കുന്നത് 99 വർഷത്തേക്കായിരുന്നു. ആ കരാർ അവസാനിച്ച 1997 ഹോങ്കോങ്ങിനെ ബ്രിട്ടൻ ചൈനയ്ക്ക് കൈമാറി. അപ്പോഴാണ് അതിനും 12 വർഷം മുമ്പുണ്ടായ കരാർ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട് പല ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളുമുണ്ട്. തിരുവിതാംകൂർ ദിവാൻ എന്നതിലുപരി ഒരു തമിഴ് ബ്രാഹ്മണൻ കൂടിയായിരുന്ന വി രാമ അയ്യങ്കാർ തൻ്റെ ജന്മദേശത്തിന് കാലാകാലത്തേക്ക് നേട്ടമുണ്ടാക്കുന്ന രീതിയിൽ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുമായി ചേർന്ന് തിരുവിതാംകൂറിനെ ചതിക്കുകയായിരുന്നു എന്നാണ് അതിലൊന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കരാർ ചർച്ചകളിലെ 99 വർഷമെന്ന ധാരണ കരാർ എഴുതിയപ്പോൾ ഒരു 9 കൂടി ചേർത്ത് 999 വർഷമാക്കിയതാവുമെന്ന് പലരും വിശ്വസിക്കുന്നു. 999 വർഷം കഴിഞ്ഞാൽ ഇരു കക്ഷികൾക്കും താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു 999 വർഷത്തേക്ക് കൂടി കരാർ നീട്ടാമെന്ന വ്യവസ്ഥയുള്ളതാണ് ഈ വാദഗതിക്ക് ബലം പകരുന്നത്. ഇത്തരത്തിൽ 2000 വർഷത്തേക്ക് വരെ നീട്ടിക്കൊണ്ടുപോകാവുന്ന തരത്തിലൊരു കരാർ ഉണ്ടാക്കിയെന്നത് തികച്ചും അവിശ്വസനീയമാണ്. പകരം 99 വർഷത്തെ കരാർ കാലാവധി കഴിഞ്ഞാൽ വീണ്ടും ഒരു 99 വർഷത്തേക്ക് കൂടി വേണമെങ്കിൽ നീട്ടാമെന്നായിരിക്കണം തിരുവിതാംകൂറുമായിട്ടുണ്ടായിരുന്ന ആദ്യ ധാരണ. പക്ഷേ കരാർ എഴുതപ്പെട്ടപ്പോൾ തിരിമറികൾ നടന്നിരിക്കാം. ഏതായാലും പെരിയാർ നദിയുടെ ഏറ്റവും ആഴം കൂടിയ അടിത്തട്ടിൽ നിന്ന് 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ വരെ ഉയരുന്ന വെള്ളം ഉപയോഗപ്പെടുത്താമെന്നാണ് കരാറിൽ പറയുന്നത്. ഈ വെള്ളം ഉപയോഗിക്കുന്നതിനുള്ള ജലസേചന പദ്ധതികൾക്കായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പൂർണ്ണ അധികാരം മദിരാശി സംസ്ഥാനത്തിന് നൽകിയിരിക്കുന്നതായും കരാറിൽ പറയുന്നു. നദിയുടെ 155 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചുറ്റുവട്ടത്തുള്ള 8000 ഏക്കർ സ്ഥലവും നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി മറ്റൊരു 100 ഏക്കർ സ്ഥലവുമാണ് പാട്ടമായി നൽകിയത്. പെരിയാർ ജലസേചന പദ്ധതിക്കായി അണക്കെട്ട് നിർമ്മിക്കാനുള്ള എല്ലാ അധികാരവും അവകാശവും മദിരാശി സർക്കാരിന് നൽകിയതായും കരാറിൽ പറയുന്നു. കരാറിലെ വ്യവസ്ഥ പ്രകാരം മുല്ലയാറിലെയും പെരിയാറിലെയും അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയിലെയും എല്ലാ വെള്ളവും മദ്രാസ് പ്രസിഡൻസിയിലോട്ട് വഴിതിരിച്ചു വിടാനുള്ള സർവ്വ അധികാരവും ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു. ഇതിനു പകരമായി ഏക്കർ ഒന്നിന് 5 രൂപ വെച്ച് തിരുവിതാംകൂറിന് പാട്ടം നൽകണം. വർഷാവർഷം ഏകദേശം 40,000 രൂപയാണ് ബ്രിട്ടീഷുകാർ തിരുവിതാംകൂറിന് ഇത്തരത്തിൽ കൊടുക്കേണ്ടിയിരുന്നത്. എന്നാൽ നിലവിൽ ബ്രിട്ടീഷ് ആധിപത്യം അംഗീകരിച്ച് സ്വയംഭരണം നടത്താനുള്ള അനുവാദത്തിനും തങ്ങളുടെ നാട്ടുരാജ്യത്തിന് ബ്രിട്ടീഷുകാർ സൈനിക സംരക്ഷണം നൽകുന്നതിനും പകരമായി തിരുവിതാംകൂർ നാട്ടുരാജ്യം വർഷാവർഷം ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാൻ ബാധ്യസ്ഥമായിരുന്ന വലിയ കപ്പത്തുകയിൽ നിന്ന് ഈ 40,000 ഇളവ് ചെയ്യാമെന്നായിരുന്നു കരാറിലെ വ്യവസ്ഥ. കരാർ ഒപ്പിട്ട അടുത്ത വർഷം മെയ് 1887 അണക്കെട്ടിൻ്റെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുന്നത്. പദ്ധതി പ്രദേശം മലേറിയ പരത്തുന്ന കൊതുകുകളുടെ അതിപ്രസരമുള്ള ചതുപ്പുകളും വന്യജീവികളുടെ ഭീഷണിയുമുള്ള ഇടതൂർന്ന വനം പ്രദേശമായിരുന്നു. അതിനാൽ ആദ്യം തേക്കടിയിലായിരുന്നു ഉയർന്ന ഉദ്യോഗസ്ഥർക്കും മേൽനോട്ടക്കാർക്കും തൊഴിലാളികൾക്കും രാത്രി തങ്ങാനുള്ള ടെൻറ്റുകൾ കെട്ടിയിരുന്നത്. പെന്നിക്കുക്കിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടീഷ് സൈന്യത്തിലെ നിർമ്മാണ വിദഗ്ധരും മദ്രാസ് പയനിയേഴ്സിലെ 1ഉം 4ഉം ബറ്റാലിയൻ ട്രൂപ്പുകളും കൊച്ചിയിൽ നിന്നുള്ള പോർച്ചുഗീസ് കാർപ്പൻ്റർമാരും സാധാരണ തമിഴ് തൊഴിലാളികളുമാണ് കൂറ്റൻ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനും താൽക്കാലിക തടയണയും കോഫർ ഡാമും അടക്കമുള്ള വലിയ ഡാമിൻ്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനങ്ങളിലും പങ്കാളികളായത്. മഴക്കാലമായാൽ പെട്ടെന്നുള്ള മലവെള്ളപ്പാച്ചിലും വെള്ളപ്പൊക്കവും അവിടെ നിത്യസംഭവമായിരുന്നു. വലിയ ഡാമിൻ്റെ അടിഭാഗം നിർമ്മിക്കാൻ വേണ്ടി നദിയെ വഴിതിരിച്ചുവിടുകയായിരുന്നു നിർമ്മാണത്തിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഭാഗം. ഇതിനുവേണ്ടി നിർമ്മിച്ച താൽക്കാലിക തടയണയും കോഫർ ഡാമും ഇടക്ക് വന്ന കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും തകർന്നുപോയി. വീണ്ടും താൽക്കാലിക അണക്കെട്ട് ഉണ്ടാക്കിയെങ്കിലും അതും പിന്നീട് വന്ന മലവെള്ളപ്പാച്ചിലിൽ തകർന്ന് കുറെ തൊഴിലാളികളടക്കം ഒലിച്ചുപോയി. ഇതിനു പുറമെ പല ജീവനക്കാരും ആനകളുടെയും മറ്റു വന്യജീവികളുടെയും ആക്രമണത്തിനിരയായി കൊല്ലപ്പെടുകയും ചെയ്തു. കൂടാതെ മലമ്പനി അടക്കമുള്ള രോഗങ്ങൾ തൊഴിലാളികൾക്കിടയിൽ പടർന്നു പിടിക്കുകയും ചെയ്തതോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിർമ്മാണ പ്രവർത്തനങ്ങൾ തൽക്കാലം നിർത്തിവെപ്പിച്ചു. പിന്നീട് അടുത്ത വേനൽക്കാലത്താണ് പണി പുനരാരംഭിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തമിഴ്നാട്ടിലുള്ള കഥ മറ്റൊരു രീതിയിലാണ്. താൽക്കാലിക അണക്കെട്ട് രണ്ടാമതും തകർന്നതോടെ ബ്രിട്ടീഷ് അധികാരികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പണം തടഞ്ഞെന്നും ഇതിൽ നിരാശനായ പെന്നിക്വിക് പരാജയം സമ്മതിക്കാൻ തയ്യാറാവാതെ ബ്രിട്ടനിലേക്ക് പോവുകയും ഭാര്യ ഗ്രേസ് ജോർജിനയുടെ ആഭരണങ്ങളും തൻ്റെ മറ്റു സമ്പാദ്യങ്ങളും വിറ്റു പണമാക്കിയ ശേഷം
കുടുംബസമേതം ഇന്ത്യയിലേക്ക് തന്നെ തിരിച്ചു വരികയും ഡാം നിർമ്മാണം ആ പണം ഉപയോഗിച്ച് സ്വന്തം നിലക്ക് പുനരാരംഭിക്കുകയും ചെയ്തു എന്നെല്ലാമാണ് അവിടുത്തെ ലോക്കൽ ലെജൻഡ്. ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ സാധ്യത കുറവാണ്. കാരണം മുല്ലപ്പെരിയാർ നിർമ്മാണത്തിന് 20 കൊല്ലം മുമ്പേ തന്നെ സൂയസ് കനാൽ പോലുള്ള എക്കാലത്തെയും വലിയ വെല്ലുവിളി നിറഞ്ഞ പദ്ധതി പൂർത്തീകരിച്ചവരായിരുന്നു ബ്രിട്ടീഷുകാർ. അവർ ഭാവിയിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബൃഹത്തായ ഡാം പദ്ധതി തുടക്കത്തിലെ ചില തിരിച്ചടികൾ മൂലം ഉപേക്ഷിക്കാൻ പോയി എന്ന് പറയുന്നത് അവിശ്വസനീയമാണ്. ആൾ ക്രെഡിറ്റ് ഗോസ് ടു എ സിംഗിൾ ഹീറോ എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ മുല്ലപ്പെരിയാർ പദ്ധതിയുടെ അമരക്കാരനായ പെന്നിക്വിക്കിനെ ദൈവസമാനമായി കാണുന്ന തമിഴ് ജനതയ്ക്കിടയിൽ അദ്ദേഹത്തിൻ്റെ ഹീറോ പരിവേഷം ഉയർത്തുന്ന രീതിയിൽ ഉരുത്തിരിഞ്ഞുണ്ടായ കഥയായിരിക്കാം മുകളിലെ സംഭവം എന്ന് അനുമാനിക്കാം. ഏതായാലും അടുത്ത വേനൽക്കാലത്തിൻ്റെ തുടക്കത്തിൽ നിർമ്മാണം വീണ്ടും പുനരാരംഭിച്ചു. രാമനാഥപുരത്തു നിന്നും കമ്പം, തിരുനെൽവേലി എന്നിവിടങ്ങളിൽ നിന്നും കൂടുതൽ തൊഴിലാളികൾ എത്തിച്ച് വളരെ വേഗത്തിലാണ് പിന്നീട് കാര്യങ്ങൾ മുന്നോട്ട് പോയത്. ദിവസം 6 അണയായിരുന്നു സാധാരണ തൊഴിലാളികളുടെ കൂലി. കരിങ്കല്ല് 6 ഇഞ്ച് കനത്തിൽ പൊട്ടിച്ചെടുത്ത് സുർക്കി മോർട്ടാർ ഉപയോഗിച്ച് അടുക്കി വെച്ചാണ് ഡാം കെട്ടിപ്പൊക്കിയത്. ചുട്ട കളിമണ്ണ് അല്ലെങ്കിൽ ഇഷ്ടിക നന്നായി പൊടിച്ച രൂപത്തിൽ കിട്ടുന്നതാണ് സുർക്കി. ഇതിനെ ചുണ്ണാമ്പും വെള്ളവുമായി ചേർത്ത് സുർക്കി മോർട്ടാർ ഉണ്ടാക്കുന്നു. ഇത് ചിലവ് കുറഞ്ഞതും മണലിനേക്കാൾ മോർട്ടാർ മിശ്രിതത്തിന് കൂടുതൽ ഉറപ്പ് നൽകുന്നതുമാണ്. നിർമ്മാണം തുടങ്ങി കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും മഴക്കാലം വന്നെങ്കിലും കെട്ടിപ്പടുത്ത ഡാമിൻ്റെ അടിത്തറയെ തകർക്കാൻ മഴക്കായില്ല. ഏതാണ്ട് 5000-ഓളം പേർ വിവിധ കാലയളവുകളിൽ അണക്കെട്ടിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്തിരുന്നതായാണ് രേഖകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ ഏതാണ്ട് 483 ആളുകൾ വിവിധ നിർമ്മാണ കാലഘട്ടങ്ങളിൽ രോഗങ്ങളാലും മറ്റ് അപകടങ്ങളാലും മരണമടഞ്ഞിരുന്നു. ഒടുവിൽ 1895 അണക്കെട്ടിൻ്റെ നിർമ്മാണം പൂർത്തിയായി. 81,30,000 രൂപയായിരുന്നു അന്നത്തെ ആകെ ചെലവ്. ജോൺ പെന്നിക്വിക്ക് എന്ന ബ്രിട്ടീഷ് ആർമി എഞ്ചിനീയറുടെ ദൃഢനിശ്ചയത്തിന് ബ്രിട്ടീഷ് ഗവൺമെൻറ് കൊടുത്ത ഉറച്ച പിന്തുണയായിരുന്നു മലേറിയയുടെ വിഹരകേന്ദ്രമായിരുന്ന കൊടുംകാടിൻ്റെയും അതിലൂടെ കലിതുള്ളി ഒഴുകിയിരുന്ന പെരിയാറിൻ്റെയും മടിത്തട്ടിൽ 624 സ്ക്വയർ കിലോമീറ്റർ കാച്ച്മെൻറ്റ് ഏരിയയുള്ള ഒരു വലിയ റിസർവോയർ സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ ഉയരത്തിൽ രൂപപ്പെടാൻ കാരണം. അന്ന് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ഗ്രാവിറ്റി ഡാം എന്ന റെക്കോർഡ് മുല്ലപ്പെരിയാർ ഡാമിനായിരുന്നു. 1200 അടി നീളവും റിവർ ബെഡിൽ നിന്ന് 155 അടി ഉയരവും ഉണ്ടായിരുന്ന ഡാമിൻ്റെ ആഴമേറിയ അടിത്തറ 21 അടിയോളം താഴെയാണ്. ഡാമിൻ്റെ ഇടതുഭാഗത്തായി സ്പിൽവേയും വലതുഭാഗത്തായി ഓക്സിലറി ഡാം അല്ലെങ്കിൽ ബേബി ഡാമും സ്ഥിതി ചെയ്യുന്നു. തുടക്ക സമയത്ത് ഡാമിൻ്റെ ഉയർന്ന റിസർവോയർ ലെവൽ 144 അടിയായി നിജപ്പെടുത്തിയിരുന്നു. റിസർവോയറിൻ്റെ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന തേക്കടി തടാകത്തിൻ്റെ വടക്കോട്ട് തള്ളി നിൽക്കുന്ന ശാഖയുടെ അറ്റത്ത് നിന്ന് 1.5 കിലോമീറ്റർ നീളത്തിൽ കനാൽ വെട്ടിയാണ് വെള്ളത്തെ തമിഴ്നാട്ടിലേക്കുള്ള തുരങ്കത്തിലേക്ക് എത്തിക്കുന്നത്. ഡാമിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ് ഈ തുരങ്കമുഖം അല്ലെങ്കിൽ ടണൽ എൻട്രി സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഇൻടേക്ക് നിയന്ത്രിക്കുന്ന തേക്കടി ഷട്ടർ ഉള്ളത്. പരമാവധി 2200 ക്യുസെക്സ് വെള്ളം കൊണ്ടുപോകാൻ ശേഷിയുള്ള 12 അടി ഉയരവും 5887 അടി അല്ലെങ്കിൽ 1.8 കിലോമീറ്റർ നീളവുമുള്ള തുരങ്കത്തിലൂടെ കേരള അതിർത്തിയോട് ചേർന്ന് തമിഴ്നാട്ടിലുള്ള ഫോർബേ ഡാമിലേക്ക് വെള്ളമെത്തുന്നു. ഈ അപ്പർ ക്യാമ്പ് ഡാമിൽ കമ്പം വാലിയിലേക്ക് മാത്രമായി നിശ്ചിത അളവ് വെള്ളം എത്തിക്കാനുള്ള ഇറിഗേഷൻ സ്ലൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പർ ക്യാമ്പിൽ നിന്ന് 3992 ഫീറ്റ് നീളമുള്ള പവർ ടണലിലൂടെ പെരിയാർ വാൽവ് ഹൗസിലുള്ള സർജ് ഷാഫ്റ്റിലെത്തുന്ന വെള്ളം അവിടെ നിന്നാണ് നമ്മൾ ഈ കാണുന്ന പെൻസ്റ്റോക്ക് പൈപ്പിലൂടെ പിൽക്കാലത്ത് 1956 നിർമ്മിച്ച പെരിയാർ ലോവർ ക്യാമ്പ് പവർ ഹൗസിലേക്ക് എത്തുന്നത്. പവർ ജനറേഷന് ശേഷം വൈരവനാറിലേക്കും തുടർന്ന് സുരുളിയാറിലേക്കും എത്തുന്ന മുല്ലപ്പെരിയാറിലെ ജലം തേനിയിലേക്കൊഴുകി അവിടെ വെച്ച് വൈഗൈ നദിയുമായി കൂടിച്ചേർന്ന് 10 കിലോമീറ്റർ അകലെയുള്ള 1959 നിർമ്മിച്ച വൈഗൈ ഡാമിൻ്റെ റിസർവോയറിൽ എത്തിച്ചേരുന്നു. തുടർന്ന് ജലസേചനത്തിന് വേണ്ടി തുറന്നുവിടുന്നു. 1898 90,000 ഏക്കർ വരുന്ന കൃഷിഭൂമിയിലേക്കാണ് മുല്ലപ്പെരിയാറിലെ വെള്ളം ഉപയോഗിച്ചിരുന്നതെങ്കിൽ പിന്നീട് കുറച്ച് വർഷങ്ങൾ കൊണ്ടുതന്നെ അത് 2 ലക്ഷം ഏക്കറിലേക്ക് വ്യാപിച്ചു. ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ അക്ഷരാർത്ഥത്തിൽ തമിഴ്നാട്ടിലെ 5 ജില്ലകളുടെ തന്നെ തലവര മാറ്റിയെഴുതി. മുല്ലപ്പെരിയാർ ജലം കൊണ്ടുണ്ടായ കാർഷിക വിപ്ലവവും അതുണ്ടാക്കിയ സാമ്പത്തിക അഭിവൃദ്ധിയും വാക്കുകളിൽ ഫലിപ്പിക്കാൻ പ്രയാസമാണ്. മേഖലയിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തിയെന്ന് മാത്രമല്ല, തമിഴ്നാടിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഈ ഭാഗത്തേക്ക് കുടിയേറ്റമുണ്ടാവുകയും പുതിയ ഗ്രാമങ്ങളും ചെറുപട്ടണങ്ങളും പെരിയാർ ജലമൊഴുകിയ വഴികളിൽ ഉടലെടുക്കുകയും ചെയ്തു. ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ മുല്ലപ്പെരിയാർ പ്രൊജക്റ്റിൻ്റെ അമരക്കാരനായ പെന്നിക്വിക്ക് അവിടുത്തെ ജനങ്ങൾക്ക് രക്ഷകനോ അവതാരമോ ദൈവമോ ഒക്കെയാണ്. പലരുടെയും വീട്ടിൽ മറ്റു ദൈവങ്ങളുടെ ഫോട്ടോയോടൊപ്പം ആ ഇംഗ്ലീഷുകാരൻ്റെ ഫോട്ടോയും ഇടം പിടിച്ചു. തമിഴ്നാട്ടിലെ കമ്പം,
തേനി, മധുര എന്നിവിടങ്ങളിൽ പെന്നിക്വിക്കിന് സ്മാരക പ്രതിമകളുണ്ട്. മാത്രവുമല്ല, പെന്നിക്വിക്ക് പൊങ്കൽ എന്നൊരു ഉത്സവം പോലും അവിടെ നടത്തപ്പെടുന്നു. നിർമ്മാണം പൂർത്തിയായി കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ തങ്ങൾ ഒപ്പിട്ട കരാർ എത്രമാത്രം തമിഴ്നാടിന് അല്ലെങ്കിൽ മദ്രാസ് പ്രസിഡൻസിക്ക് ഏകപക്ഷീയമായി നേട്ടമുണ്ടാക്കുന്നതാണെന്ന് തിരുവിതാംകൂറിന് ബോധ്യമായി. തങ്ങളുടെ ഭൂമിയും വെള്ളവും നിർബാധം ഉപയോഗിച്ച് അതേസമയം ഡാമിൻ്റെ മുകളിൽ യാതൊരു അധികാരമോ നിയന്ത്രണമോ തങ്ങൾക്കില്ലാതെ മറ്റൊരു സ്റ്റേറ്റ് വലിയ നേട്ടമുണ്ടാക്കുമ്പോൾ തങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം ലഭിക്കുന്നില്ല എന്നൊരു ചിന്താഗതി തിരുവിതാംകൂർ അധികാരികളിൽ വളർന്നുകൊണ്ടിരുന്നു. ഇതിനിടെയാണ് 1936 സർ CP രാമസ്വാമി അയ്യർ തിരുവിതാംകൂർ ദിവാനാകുന്നത്. അദ്ദേഹം ഈ കരാറിലെ വ്യവസ്ഥകൾ പുനഃപരിശോധിക്കണമെന്ന ചിന്താഗതിക്കാരനായിരുന്നു. ഒന്നുകിൽ തങ്ങൾക്ക് കിട്ടുന്ന കോമ്പൻസേഷൻ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ പെരിയാറിലെ വെള്ളത്തിന്മേൽ കൂടുതൽ അധികാരം തങ്ങൾക്ക് നൽകുക. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. എന്നാൽ മദ്രാസ് പ്രസിഡൻസി ഇതിനെ ശക്തമായി എതിർത്തു. അതോടെ ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. പിന്നീട് ഡാമിലെ വെള്ളം ഉപയോഗിച്ച് വൈദ്യുതി നിർമ്മിക്കാൻ മദ്രാസ് പ്രസിഡൻസി നടത്തിയ നീക്കത്തെ അദ്ദേഹം ശക്തമായി എതിർക്കുന്നു. ബ്രിട്ടീഷ് സർക്കാർ നിയോഗിച്ച അമ്പയർക്ക് മുന്നിൽ തൻ്റെ വാദങ്ങൾ നിരത്തി തിരുവിതാംകൂറിന് അനുകൂലമായി സർ CP വിധി സമ്പാദിക്കുന്നു. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേറിട്ട് സ്വതന്ത്ര രാജ്യമായി തിരുവിതാംകൂർ നിലനിൽക്കണമെന്ന ആശയത്തിൻ്റെ വക്താവായിരുന്നു സർ CP. ഇത്തരത്തിൽ സ്വയം പര്യാപ്തമായ ഒരു രാജ്യമായി നിലനിൽക്കണമെങ്കിൽ മുല്ലപ്പെരിയാർ അടക്കമുള്ള റിസോഴ്സുകളിന്മേൽ വലിയ നിയന്ത്രണം തന്നെ തിരുവിതാംകൂറിന് ആവശ്യമായിരുന്നു. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് സർ CP നടത്തിയ പോരാട്ടങ്ങളെയെല്ലാം ഈ ഒരു കോണ്ടസ്റ്റിൽ വേണം നമ്മൾ വായിച്ചെടുക്കാൻ. എന്നിരുന്നാലും ആ കൊളോണിയൽ കാലഘട്ടത്തിൽ പോലും അവർ പ്രകടിപ്പിച്ച ആർജവങ്ങളെയെല്ലാം വെള്ളത്തിലാക്കുന്ന പ്രവൃത്തിയായിരുന്നു പിൽക്കാലത്ത് കേരളത്തിലെ ഒരു ജനാധിപത്യ സർക്കാർ നടത്തിയത്. 1971 പുതുക്കി ഒപ്പിട്ടുകൊടുത്ത പുതിയ കരാർ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങളെ പിറകിൽ നിന്ന് കുത്തിയ കത്തിയായിരുന്നു. എന്നാൽ ആ കത്തി പിടിച്ചിരുന്നത് ഒരു കേരള മുഖ്യമന്ത്രിയായിരുന്നു എന്നത് രാഷ്ട്രീയ കേരളത്തിന് തന്നെ തീരാകളങ്കമാണ്. സ്വാതന്ത്ര്യാനന്തരം മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കേരളത്തിൻ്റെ പോരാട്ടങ്ങളും അതിനിടയിൽ നടന്ന അട്ടിമറികളും ഒത്തുകളികളും അടുത്ത വീഡിയോയിൽ വിശദീകരിക്കാം. താങ്ക് യു.